നമ്മൾ കുറെ നാളായില്ലേ ഇങ്ങനെ ഒന്ന് കണ്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് എൻ്റെ ഫേസ് വാഷസിനെ നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൊമോഷനോ ഒന്നുമല്ല. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ജസ്റ്റ് പറയുക പോവുക. എനിക്ക് നല്ലത് എന്ന് തോന്നിയത് നിങ്ങൾക്കും നല്ലതായിരിക്കും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന സാധനങ്ങൾ മാത്രമാട്ടോ ഞാൻ ഇവിടെ പറയുന്നത്. അത് കുറച്ച് ഫേസ് വാഷസിൻ്റെ കളക്ഷൻ തന്നെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഹിമാലയയുടെ ഫേസ് വാഷ്, അതിപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അപ്പുറത്തോടെ ഏർപ്പെട്ട് അത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. പണ്ട് മുതലേ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ പിമ്പിൾസോ കാര്യങ്ങളോ അങ്ങനൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ ഒരു ഫേസ് വാഷിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച്, അതായത് ഫോക്സ് ടെയിലിൻ്റെ സൂപ്പർ ഗ്ലോ ഫേസ് വാഷാണ്. ഇതിപ്പോൾ അതേ അടിയിൽ ഒരു ഇച്ചിരി മാത്രം ബാക്കിയുണ്ട്, ബാക്കി ഫുള്ള് ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതായത് ഇതിൻ്റെ ഏറ്റവും അടിയിൽ കുറച്ച് മാത്രമേ ഇനി ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതെനിക്കപ്പോൾ വീണ്ടും ഞാൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഫോക്സ് ടെയിലിൻ്റെ ഈ ഒരു ഫേസ് വാഷ്. ആൻഡ് അടുത്തത് ഇതാണ് പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീയുടെ ഫേസ് വാഷ്. ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര. ഇത് ഓയിലി സ്കിന്നുകാർക്കും അതേപോലെ എൻ്റെത് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. പക്ഷെ ഇതിൽ അവർ ഓയിലി സ്കിന്നിനെയാണ് കൂടുതൽ നോക്കുന്നത്. പിന്നെ പിമ്പിൾസിനെതിരെ ഫൈറ്റ് ചെയ്യും, അതുപോലെ ഓയിൽ കൺട്രോളിങ്, പിന്നെ ഗ്ലൈക്കോളിക് ആസിഡും ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ഞാൻ പ്ലമ്മിൻ്റെ സ്റ്റോറിലൊരു വീഡിയോ ഷൂട്ടിന് പോയപ്പം അവിടുന്ന് ഞാൻ വാങ്ങിയതാണ്. എനിക്കിത് 80 രൂപയ്ക്കാണ് കിട്ടിയത്. കാരണം അന്ന് അവിടെ ക്രിസ്മസ് ടൈമിൽ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ആട്ടോ ഇത്. അപ്പം ഇതും നല്ലതാണ്. ഇത്രയും നാളായിട്ട് ഞാൻ യൂസ് ചെയ്ത് തീർന്നില്ലെന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ കുറേശ്ശെ യൂസ് ചെയ്യത്തുള്ളൂ. നല്ല സാധനങ്ങൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിരിക്കും, എന്നിട്ട് ഞാൻ വീണ്ടും റീപർച്ചേസ് ചെയ്യും. ഇതൊന്നുകൂടി ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ ഇതിൽ കുറച്ചിങ്ങനെ ബാക്കി വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും എനിക്കിങ്ങനെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഫേസ് നല്ല ഡള്ളായിട്ട് തോന്നുമ്പോൾ മാത്രം ഞാനിത് യൂസ് ചെയ്യും. പിന്നെന്ന് പറയുന്നത് ഈ ആസ്മ സാറ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ് ഇത്. എനിക്ക് പക്ഷേ എങ്കിൽ PR വന്ന സാധനമാണ്. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ എനിക്ക് PR വന്നതാണ്. ആൻഡ് ഇതിൽ എന്താണെന്ന് വെച്ചാൽ ഒരു സ്ക്രബ് പോലെ ഉണ്ട്. ഇതൊരു ക്ലെൻസറാണ്, ഫേസ് വാഷ് അല്ല. ഈ ഒരു ക്ലെൻസറിനകത്തിലുള്ളത് സാഫ്രോണും പംകിനും ടൊമാറ്റോ ഓയിലുമാണ്. അപ്പോൾ എൻ്റെത് ഓൾറെഡി ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് അവരെനിക്ക് ഈ പ്രോഡക്റ്റ് സെൻഡ് ചെയ്ത് തന്നത്. ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കേട്ടോ. ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു തരിതരിപ്പ് ഉള്ളത് കൊണ്ട് നല്ല ഒരു ഗ്ലോ, ഒരു എഫക്റ്റ് നമുക്ക് ഫേസിൽ നല്ലപോലെ കിട്ടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇതിന് പ്രൈസ് കുറച്ച് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 1000 രൂപയ്ക്ക് അടുത്തെന്തോ ആണ്. പക്ഷെ അതുകൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്ത് ഞാൻ അങ്ങനെ പറയില്ല. എനിക്കങ്ങനെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞുകൂടാ. ഇതെന്തായാലും കൊള്ളാം. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യാറുണ്ട്. എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അടുത്തത് ഒരു സ്കിൻ ബ്രൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷാണ്. അത് ഈ ബ്രില്ലെയർ പ്രൊഫഷണലിൻ്റെ ആണ്. ഇത് സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയതല്ല, ഇതെൻ്റെ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ദേവു. അവളാണെങ്കിൽ പാർലറിൽ ജോലി ചെയ്യുവാണ്. അവൾ ബ്യൂട്ടീഷ്യനാണ്. അപ്പോൾ അവൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-ാമത്തെയോ 4-ാമത്തെ ബോട്ടിലായിട്ടുണ്ട് അവളത് യൂസ് ചെയ്യാൻ. അവളുടേത് ഓയിലി സ്കിന്നാണ്. അവൾക്ക് ഇത് പക്കയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ അവൾക്ക് അതിന് ഡിഫറൻസ് ഫേസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇതിൽ 80% നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. ഇതൊരു സ്കിൻ ബ്രൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമുക്ക് മുഖത്തിട്ട് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു മിനുസമൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും ഫേസിൽ. ഇതും കൊള്ളാം. എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ ബെറ്റർ ഓയിലി സ്കിന്നുകാർ കാണാൻ തോന്നുന്നു എൻ്റെ ഡ്രൈ സ്കിന്നിനെക്കാട്ടി കൂടുതൽ. ഇത് ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് യൂസ് ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്കൊക്കെ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതും കൊള്ളാം. ഞാൻ എല്ലാം ഇങ്ങനെ പരീക്ഷിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറേശ്ശെ യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇത് ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഫോക്സ് ടെയിലിൻ്റെ ഹൈഡ്രേറ്റിംഗ് ക്ലെൻസർ. ഇതും അടിപൊളിയാണ്. മൈൽഡ് സ്മെല്ലൊക്കെയാണ്. സെൻസിറ്റീവ് സ്കിന്നിന് അത്ര വലിയ ഇറിറ്റേഷൻസ് ഒന്നും ഇതുണ്ടാക്കില്ല. പിന്നെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ സ്മെല്ലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് മൈഗ്രെയിൻ സൈനസൈറ്റിസ് ഉള്ളത് കൊണ്ട് ചെറിയതായിട്ട് എനിക്കൊരു ചെറിയൊരു ഇറിറ്റേഷൻ എൻ്റെ മൂക്കിന് വരും. അത് വെച്ചാൽ മൂക്കിന് പുറത്തല്ല, മൂക്കിനുള്ളിൽ എനിക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നീ ആദ്യമൊന്നും ഇല്ലായിരുന്നു, ഇപ്പം വന്നുവെന്നാണ് ഇതിങ്ങനെ വന്നത്. പക്ഷെ ഇതൊരു നല്ല ക്ലെൻസറാണ്. പിന്നെ അടുത്തത് ഈ ഒരു സാധനം ഇൻസ്റ്റയില് ഇപ്പൊ ഭരിക്കുന്ന ഒരു സാധനമാണിത്. അതായത് നമ്മുടെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ ഈ ഒരു സോപ്പാണ്.
ഇതിൽ മൊത്തം 4 ഉള്ള 150 രൂപയുടെ പാക്കാണ് ഞാൻ വാങ്ങിയത്. പക്ഷേ എങ്കിൽ ഞാൻ ഇതിൽ യൂസ് ചെയ്തേക്കെന്ന് വെച്ചാൽ ഇപ്പം രണ്ടാമത്തെ സോപ്പ് യൂസ് ചെയ്യുന്നു, മൂന്നാമത്തെ ഇത് ഒരെണ്ണം ഞാൻ വീട്ടിൽ പോയപ്പോൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിവ്യൂ മാത്രമായിട്ട് ഞാൻ വേണമെങ്കിൽ ഇടാം. ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം കൊള്ളാം. നമുക്കൊരു ഒരു 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 എന്താ ഒരു ഇച്ചിരി ബ്രൈറ്റ്നസ് ഒക്കെ തോന്നുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പിമ്പിൾ മാർക്സോ പിഗ്മെന്റേഷനൊക്കെ വലുതായിട്ട് കുറയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഇത് കുറയ്ക്കുന്നുണ്ട്. പ്ലസ് എൻ്റെ സ്കിൻ കെയറും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടും കൂടി ആയിരിക്കാം എനിക്ക് തോന്നുന്നു. അപ്പം എന്താ ഇതും കുഴപ്പമില്ല യൂസ് ചെയ്യാം. പക്ഷേ എങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ യൂസിന് ഇതെന്തോ pH കൂടുതലാണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ നല്ലപോലെ കണ്ണെരിയും. അതെനിക്ക് കുഞ്ഞുങ്ങൾക്ക് പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഇത് ബേബീസിനുള്ള സോപ്പാണ്, പക്ഷെ ഇത് നല്ലപോലെ കണ്ണെരിയും ഗൈസ്. അതിൻ്റെ കാര്യം എനിക്ക് അറിഞ്ഞോളാം, എനിക്ക് നല്ലപോലെ കണ്ണെരിയുന്നുണ്ട്. അപ്പം ഇതും കൊള്ളാം. അപ്പം ഇതെല്ലാമാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇതിൽ നിങ്ങൾ എപ്പോഴെപ്പോഴും വാങ്ങിക്കണമെന്ന് ഞാൻ പറയുന്നത് ഈ ഒരു സാധനവും ഈ ഒരു സാധനം രണ്ടും അടിപൊളിയാണ്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ എന്താണ്, ഇനി നമുക്ക് അടുത്ത ഒരു സെക്ഷനിലോട്ട് വീണ്ടും കാണാം. അപ്പോൾ ബൈ ടാ.